നമ്മുടെ ന്യൂ നിലമ്പൂർ ഫർണിച്ചർ ഷോപ്പിന്റെ വമ്പൻ ഓഫർ സെയിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ? ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ? തേക്കിന്റെ സ്വന്തം നാടായ നിലമ്പൂർ, പൂക്കോട്ടുംപാടം സമീപം, തോട്ടേക്കാട്. യൂത്ത് കോൺഗ്രസ് സമരമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ അസംബ്ലി പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തുടനീളം എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും ഇന്നീ ദിവസം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസ കേന്ദ്രമായ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിനുള്ള വിവിധ മേഖലകളിൽ നിന്ന് വിശ്വാസികൾ വ്രതമനുഷ്ഠിച്ച് വിശ്വാസം അർപ്പിക്കാനെത്തുന്ന ശബരിമല, അത് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന, ഈ ഗവൺമെന്റ് ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ വിശ്വാസ സംരക്ഷണത്തിനോ അതല്ലെങ്കിൽ അവിടുത്തെ സ്വത്തോ സംരക്ഷിക്കപ്പെടാത്ത ഈ സാഹചര്യത്തിലാണ് ഇന്ന് മകരജ്യോതി ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണമടക്കം, അതുപോലെ തന്നെ വാതിൽ കട്ടിലുകൾ, അതുപോലെ തന്നെ അയ്യപ്പന്റെ വിഗ്രഹം വെച്ച ആ പീഠം, അതടക്കമുള്ള സ്വർണം, വിവിധ ആളുകൾ കാണിക്ക വെച്ച ആ സ്വർണങ്ങൾ, കോടിക്കണക്കിനാണ് വില വരുന്ന സ്വർണങ്ങൾ അടർത്തി കൊണ്ടുപോയിക്കൊണ്ട് അത് ചെമ്പ് പാളികളാണ് എന്ന് എഴുതി ചേർത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഈ വിശ്വാസ സമൂഹത്തിനിടയിലും കേരളത്തിലുടനീളം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢതന്ത്രമായി കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രി അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ അന്വേഷണം അട്ടിമറിച്ച് ഇത് CPM-ന്റെ നേതൃത്വത്തിലേക്ക് എത്താതിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടികളുമായി കൊണ്ട് ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കള്ളന്മാരെ മുഴുവനും, ആ കാട്ടുകള്ളന്മാരെ നിയമത്തിന് കൊണ്ടുവരുന്നത് വരെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും വരുന്ന കാലങ്ങളിൽ സമര പരിപാടികളുമായി കൊണ്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 4 മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരികയും ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആദ്യം പരിഗണിക്കാൻ പോകുന്ന കേസ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസായിരിക്കുമെന്നും, എത്ര ഉന്നതിയിലിരിക്കുന്ന ആളുകളായാലും അത് കട്ടിട്ടുണ്ടെങ്കിൽ, അയ്യന്റെ സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് തക്കതായ ആ നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന് UDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ നയങ്ങളുമായി കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ CPM നേതാക്കൾക്ക് പിണറായി സർക്കാർ സംരക്ഷണമൊരുക്കുന്നുവെന്ന് ആരോപിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമരമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EK ഹംസ, മണ്ഡലം സെക്രട്ടറിമാരായ സുബൈറിനി, KT രതീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ രത്നകുമാർ, MP ശോഭന, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ കാസിം, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിതേഷ് T, KSU മണ്ഡലം പ്രസിഡന്റ് നിഹാൽ, PG സന്തോഷ്, വിജിൻ ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി പ്രവീഷ് അമരമ്പലം സ്വാഗതവും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജെൻസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.